സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ബോറിവലി. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഇൻ ബോറിവലി. മുംബൈയിൽ ബോറിവലിയിൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഇവിടുത്തെ എൻട്രൻസ് ആണ്. 105 റുപ്യ ഒരാൾക്ക് എൻട്രി ടിക്കറ്റ്. 105 റുപ്പീസ് പെർ ഹെഡ്. ചൈൽഡ് ബിലോ 12 ഇയേഴ്സ് 55 റുപ്പീസ്, 55 റുപ്യ. per person. ഇത് മ്യൂസിയം ഇല്ല, ഇങ്ങനത്തെ വണ്ടി മ്യൂസിയമാണ്. ടൈഗർ സഫാരി, അതേപോലെ കന്നേരി കേവ്സ് പോണെങ്കിൽ ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. എൻട്രൻസ് ഫീ 105 രൂപ. അതിൽ വെറും എൻട്രി മാത്രമേ ഉള്ളൂ. കേവ്സിൽ പോകണമെങ്കിൽ ഒരാൾക്ക് 150 രൂപ, കുട്ടികൾക്ക് 55 രൂപ. അപ്പോൾ ടിക്കറ്റ് സെപ്പറേറ്റ് അതിനെടുക്കണം. അത് കേവ്സിൽ മാത്രം പോയി തിരിച്ചിങ്ങോട്ട് വരാം. അതുപോലെ ടൈഗർ സഫാരി പോകണമെങ്കിൽ അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. 130 രൂപ, 135 രൂപ ടൈഗർ സഫാരി. കുട്ടികൾക്ക് 55 രൂപ. എല്ലാത്തിനും വെവ്വേറെ ടിക്കറ്റാണ്. അപ്പോൾ എൻട്രി ചെയ്ത് ഇവിടെ ഉള്ളിൽ കയറി ടൈഗർ സഫാരിയും കന്നേരി കേവ്സും കാണണം മാത്രം ഒരാൾക്ക് 500 രൂപേൻ്റെ അടുത്ത് ടിക്കറ്റാവും. 500 റുപ്യേൻ്റെ അടുത്ത് ഒരാൾക്ക് ടിക്കറ്റാവും. ഇവിടെ 188 ബസ് നമ്പർ, ബെസ്റ്റ് ബസ്സിൻ്റെ ഗവൺമെൻറ് ബസ് 188. 20 റുപ്യ കൊടുത്താൽ കേവ്സിലേക്ക് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ റിട്ടേൺ വരണമെങ്കിൽ ഇതേ ബസ് ഉണ്ട്. ഇതാണ് ബസ് 188 നമ്പർ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ബസ്സിലാണുള്ളത്. കൻഹേരി കേവ്സിലേക്ക് പോകുന്നതാണ്. കൻഹേരി കേവ്സിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 150 റുപ്യാണ് ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ബസ്സുണ്ട്. 188 നമ്പർ ഗവൺമെൻറ്റിൻ്റെ ബസ്, മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ. 20 റുപ്യയിലും കേവ്സ് പോകാൻ. കേവ്സിലെ എൻട്രി ഫീ എത്രയാണെന്നറിയില്ല, അതവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുള്ളത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലില്ല AC ബസ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്. ടൈഗർ സഫാരി എക്സ്ട്രാ പൈസ കൊടുക്കണം. 135 റുപ്യ ഒരാൾക്ക് ടൈഗർ സഫാരി.
പിന്നെ കേവ്സ്, ചെറിയൊരു കേവ്സാണ്. വഴിയെല്ലാം കാണിച്ചു തരാം. കൻഹേരി കേവ്സിലേക്ക് മെയിൻ എൻട്രൻസിന് 6 കിലോമീറ്റർ ഉണ്ട്. സൈക്കിൾ കിട്ടും വാടകയ്ക്ക്. മണിക്കൂറിന് 40 രൂപ വെച്ചിട്ട് സൈക്കിൾ കിട്ടും. സൈക്കിളിന് എൻട്രി ഫീസ് 40 രൂപ എക്സ്ട്രാ. അപ്പോൾ ഈ 105 രൂപ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എക്സ്ട്രയാണ്. കൻഹേരി കേവ്സിൽ പോയ നാഷണൽ പാർക്കിൻ്റെ ബസ്സാണ് അത് റിട്ടേൺ വരുന്നത്. കുറച്ച് ആൾക്കാർ ഇവിടെ സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട്. സൈക്കിളിൽ വാടകയ്ക്ക് എടുക്കുന്ന ഇവിടെ 80 രൂപ. അതേപോലെ സൈക്കിളിൻ്റെ എൻട്രൻസ് എക്സ്ട്രാ 40 രൂപ കൊടുക്കണം. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കൊന്നും 105 രൂപ എൻട്രൻസ് ഫീ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറും ലീഷറായിട്ടൊന്നും നടക്കുക. അതുപോലെ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ കൊടുത്ത് സൈക്കിളേ ഓട്ടാം. പിന്നെ ഈ പറഞ്ഞ പോലെ നാഷണൽ പാർക്കാണെങ്കിലും സൂ ഇല്ല അതിൻ്റെ ഉള്ളിൽ. ഞാൻ മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും ഇല്ല. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മരമെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷികൾ ഫോട്ടോ കിട്ടുമെന്ന് നോക്കുകയായിരിക്കും. ലീഷറിൽ ഇങ്ങനെ സൈക്കിൾ ഔട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ചൂട് സമയത്ത് അതും പറ്റൂല, നടക്കാനും പറ്റൂല. നല്ല ചൂടാണ്, കാരണം അത് ഓപ്പൺ ഏരിയ അല്ലേ. വഴിക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്നാക്സിൻ്റെ കച്ചവടമുണ്ട്. ഒരു ബസ് വരുന്നുണ്ട്. ബസ്സിന് വേണ്ടി സൈഡ് കൊടുക്കുക. അപ്പോൾ ഇത് AC ബസ്സാണ് സർക്കാരിൻ്റെ. വേറെ ഒരു ബസ് വരുന്നുണ്ട്, റിട്ടേൺ ബസ് 188 166 188 188 റിട്ടേൺ വരുന്ന ബസ്സാണ്.
वो तो अपना उनका बस ही जाता है ना, गवर्नमेंट का नहीं जाता। बग्गी से जाओगे तो 150 रुपये। हाँ बग्गी है ना छोटी वाली, हाँ 150। हाँ 150। दूसरा आगे जो बस गया फॉरेस्ट का उसका 100 रुपये। और ये अपना BST का बस है, इसका 20 रुपीज़ जाने का, 20 रुपीज़ आने का। कौन सा इसका? जाएगी सब एक ही जगह पे। कौन सा ये वाला? हाँ सब एक ही जगह पे, फॉरेस्ट का भी उधर ही जाएगा, बग्गी भी उधर जाएगा, ये बस भी उधर ही जाएगा। कनेरी केव्स का? हाँ लेकिन सफारी का अलग है। सफारी का ढंग है। छोटा बागी का कितना? 150। हाँ और बस का ऐसा दूसरा वो भी 150, 100। മൊത്തത്തിൽ 7 കിലോമീറ്റർ, 6-7 കിലോമീറ്റർ എൻട്രൻസ് നിന്ന് കേവ്സിലേക്ക്. ഗവൺമെൻറ് ബസ്സിൽ വരികയെന്ന് നല്ലത്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. പ്രൈവറ്റ് ബസ് അവിടെ നാഷണൽ പാർക്കിൻ്റെ ബസ് പിടിച്ചു വന്നാലും എല്ലാം ഒരേ സ്ഥലത്ത് എത്തിപ്പെടുക. അതിൽ പൈസ 150 രൂപ കൊടുക്കണം. ഇനി എൻട്രൻസിൻ്റെ എത്രയാണെന്നറിയില്ല, അവിടെ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു 2 കിലോമീറ്റർ കേവ്സിലേക്ക് ഇവിടുന്ന്. ഇത് ബഗ്ഗി, അത് എവിടെ നിന്ന് തിരിച്ചു വരുന്ന ഈ ബഗ്ഗി കനേരി കേവ്സ് എന്ന്. അത് പറഞ്ഞ പോലെ 150 രൂപ. ഫ്രീക്വൻ്റ് ആയിട്ട് ഗവൺമെൻറ് ബസ്സുണ്ട്. 1 way 20, റിട്ടേൺ 40. അതാ വേറെ ബസ് വരുന്നത് കേവ്സ് പോയിട്ട്. ഇത് ലേക്കാണ്. ഇവിടെ ചെറിയൊരു തടാകം, ബോട്ടിംഗ് ഉണ്ട്. तो आगे नहीं है, बाहर नहीं जाने का है, बाहर अलाउड नहीं है, एंट्री नहीं है, नहीं है उधर। इधर बैठते थोड़ा।
ആള് വരുന്നതുണ്ടോ? കൻഹേരി കേവ്സിൽ അങ്ങനെ കയറി വരിക. അധികമൊന്നുമില്ല, ഒരു മോഡറേറ്റ് വാക്കിംഗ്. കുറച്ച് സ്റ്റെപ്സ് കയറണം, അത്രയേ ഉള്ളൂ. മെല്ലെ കയറിയാൽ മതി, നിന്ന് അത്ര ഒരു അരമണിക്കൂറിൻ്റെ പരിപാടിയില്ല ഇവിടെ. കൻഹേരി കേവ്സ് 25 റുപ്യ എൻട്രൻസ്. അങ്ങനെ മൊത്തത്തിൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എൻട്രൻസ് ഫീസ് ഇത്തിരി കൂടുതലാണ്, 105 റുപ്യ. കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വെവ്വേറെ ടിക്കറ്റ് എടുക്കണം. 150 ഈ കേവ്സിൽ വരാൻ. നമ്മൾ അവിടുന്ന് ബസ് പിടിച്ച് വരികയാണെങ്കിൽ. അതുപോലെ സഫാരിക്ക് 135. അങ്ങനെ വെവ്വേറെ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ലയൺ, അങ്ങനെ അത് മറ്റേ കുരങ്ങൻ, അതാ അതിനെ ഓടിച്ച് ഇവനോടിച്ച് രണ്ടാളും അത്ര രസത്തിലല്ല. ലയൺ ഫേസ്ഡ്. അപ്പോൾ അതാണ് ആ കുരങ്ങൻ, കറുപ്പ് മുഖം. അതിൽ ലയൺ ടെയിൽ മങ്കി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതാ അടി അവ രണ്ടും അടി. നമ്മളെ ഇന്നത്തെ വീഡിയോ, നാഷണൽ പാർക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. Till then, enjoy and take care.